ചാർജിങ് പോർട്ട് തുറക്കുന്നത് എങ്ങനെയാണ്? ചാർജിങ് പോർട്ട് തുറക്കുന്നത് നമ്മൾ ജസ്റ്റ് പെട്രോളിന്റെ അത് തുറക്കുന്നു. ഓ ശരി ശരി ശരി. ഇവിടൊക്കെ കാലൂടെ തെടുത്ത കറങ്ങുമോ? ഫ്രണ്ട് വീൽ ഡ്രൈവ് അല്ലേ? ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. കുഴിയൊക്കെ ഉണ്ട്. എല്ലാ ടെറൈനും ഈ ഒരൊറ്റ സ്ഥലത്തിന് വീൽ സ്പിൻ കിട്ടിയില്ല. ട്രാക്ഷൻ കട്ട് ചെയ്യുന്നുണ്ടോ? ഫ്രണ്ട് ഫാസ്റ്റ് ഫിയർലെസ് ആണ് ഇത്. ഫിയർലെസ് ഇത് ട്രാക്ഷൻ ഓഫ് ചെയ്തിട്ടല്ലേ? ഓഫല്ലേ? ഓക്കെ ഓക്കെ ഇപ്പം കിട്ടുന്നുണ്ട്. ചാർജ് കുറവാണ്. എവിടെ റേഞ്ച് കാണിക്കുന്നത്? ഓക്കെ 40. 0 വരെ കൊണ്ടുപോകാൻ പറ്റുമോ? 0% വരെ കൊണ്ടുപോകാൻ പറ്റും. ഇതുവരെ നിന്നുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ഇന്ന് നിൽക്കുമെന്ന് നോക്കാല്ലേ? അന്നേരം ട്രാക്ഷൻ നല്ല രീതി കട്ട് ചെയ്തു നേരത്തെ. ഈസി ഉള്ളപ്പം ആ ഒരു ഇത് വരും. പിടിക്കാൻ നോക്കും. ചില സമയത്ത് നമുക്ക് കറക്കാൻ പോകാൻ വേണ്ടി തിരിച്ചു പിടിക്കും. അഡാസ് ഒന്നും വരുന്നില്ലല്ലോ? അഡാസ് വരുന്നില്ല നമുക്ക്. ഓക്കെ, ഇപ്പൊ നമ്മള് ഓടിക്കുന്ന ഈ വേരിയന്റ് ഏതാണ്? ഇത് നമുക്ക് വരുന്നത് EL Pro എന്ന് പറയുന്ന വേരിയന്റ് ആണ്. ടോപ്പ് വേരിയന്റ്. അതിന്റെ ഡ്യുവൽ ടൂൺ വേരിയന്റ് ആണ് നമുക്ക്. ടോട്ടലി എത്ര വേരിയന്റ്സ് ഉണ്ട്? ടോട്ടലി നമുക്ക് EC EL Pro EL Pro ആണ് വരുന്നത്. അതിൽ തന്നെ നമുക്ക് 2 ബാറ്ററി പാക്കിന്റെ ഓപ്ഷൻ 34 39.4 കിലോവാട്ട്. ഇത് വരുമ്പോഴത്തേക്കും 39.4 കിലോവാട്ടിന്റെ ബാറ്ററി പാക്ക്. 34 39. ഓക്കെ, ഇത് 34. ഇത് 39.4. ഓക്കെ, അപ്പോൾ ഒരു മറ്റേ വരുമ്പോൾ 34.5. ഫുൾ റേഞ്ചിൽ അല്ല ഫുൾ ചാർജിൽ. ഓക്കെ, നമുക്ക് ക്ലെയിം ചെയ്യുന്നത് MEDC 1 വെച്ച് ക്ലെയിം ചെയ്യുന്നത് 456. അത് എല്ലാവരും ഓർത്തിരിക്കും. അങ്ങനെ ഒരു ഫിഗർ കൂടെ ആണ് 456. നമുക്ക് ഓൺ റോഡ് കിട്ടുന്ന ഒരു C75 റേറ്റിംഗ് എന്നുള്ള മിക്ക ഡിസ്റ്റൻസിന് കിട്ടുന്ന ഒരു 290 to ആ റേഞ്ച് കിട്ടാറുണ്ട്. MEDC 1 എന്ന് പറയുമ്പോൾ ഫുള്ളി ടെസ്റ്റ് കണ്ടീഷൻ മാത്രമേ കാണത്തുള്ളൂ. ആവറേജ് 19 km/h ആയിരിക്കും ആവറേജ് വരുന്നത്. 150 കിലോ വെയിറ്റ് ലോഡ് ഓഫ് ആയിരിക്കും. ശരി ശരി ശരി. ഒരു റിയൽ വേൾഡ് ഡ്രൈവിംഗ് കണ്ടീഷനിൽ കസ്റ്റമർ ഫീഡ്ബാക്ക് ഒക്കെ അനുസരിച്ച് എത്ര കിട്ടും? അതിലേക്ക് ഇപ്പം ഒരു 340 ഒക്കെ കിട്ടുന്നവരും ഉണ്ട്, ഒരു 280 ആ റേഞ്ച് കിട്ടുന്നവരും ഉണ്ട്. ഓ ശരി ശരി ശരി. അതാണ് ഒരു 280 to ആ റേഞ്ച്. പിന്നെ അത് ഡ്രൈവിംഗിലാണ് ഡിപെൻഡ് ചെയ്തിരിക്കും. എപ്പോഴും എപ്പോഴും ഒരു സ്പോർട്സ് മോഡ് അല്ലെങ്കിൽ ഫീൽഡ് മോഡ് എന്നുള്ള രീതിയിൽ നല്ല ഫാസ്റ്റ് ഡ്രൈവ് ചെയ്ത് അതിനനുസരിച്ച് കുറയും. ഇപ്പൊ തന്നെ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഡ്രോപ്പ് ആയി. അപ്പം സഡൻ ആക്സിലറേഷൻസ് വരുമ്പോഴത്തേനും നല്ല രീതിയിൽ നമുക്ക് എപ്പോഴും റീജൻ വരുന്നില്ല. റീജനറേഷൻ വരുന്നുണ്ട്. നോർമലി റീജനറേഷൻ കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും. പിന്നെ നമുക്ക് എൽ മോഡ് വരുന്നുണ്ട്, കുറച്ചുകൂടി ഒരു എഫക്റ്റ് കിട്ടാനായിട്ട്. എൽ മോഡ് ഇട്ട് കഴിഞ്ഞാൽ റീജനറേഷൻ കുറച്ചുകൂടി ആക്റ്റീവ് ആയിരിക്കും. കുറച്ചുകൂടി ഒരു നമ്മളെ ബ്രോഷർ പറഞ്ഞേക്കുന്നത് എൽ മോഡ് 4 എന്ന് പറഞ്ഞാൽ സിംഗിൾ പെഡൽ ഡ്രൈവ് എന്ന് കേട്ടാ. ബ്രേക്ക് പിടിക്കേണ്ട ആവശ്യം വരില്ല. അതിനാണ് എൽ മോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് പക്ഷേ നമുക്ക് ഈ ഡ്രൈവിന് മാത്രമേ എൽ മോഡിന്റെ ഒരു ഓപ്ഷൻ ആക്റ്റീവ് ആയിരിക്കുള്ളൂ. അല്ലാത്തപ്പോൾ എൽ മോഡ് ഓഫ് ആയിരിക്കും. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഡ്രൈവിലോട്ട് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എൽ മോഡിന്റെ ഇതിനകത്തുള്ള സ്വിഫ്റ്റിംഗ് നടക്കും. അല്ല റീജൻ കൺട്രോൾ ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. എത്ര പവർ ഫിഗേഴ്സ് ഒക്കെ വരുന്നത്? 310 Nm ടോർക്കും 150 PS പവർ. 150. ഓക്കെ. 0 to 100 in 8.3 seconds. ഓക്കെ, പക്ഷെ ഇവിടെ ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റൂലേ? നോക്കാൻ പറ്റും. ഈ ഫിയർലെസ് അല്ലാതെ വേറെ ഡ്രൈവ് മോഡ്സ്? നമുക്ക് ഫൺ, ഫാസ്റ്റ്, ഫിയർലെസ് ഇങ്ങനെ 3 മോഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഫൺ. ഓക്കെ, ഒരു എക്കോ മോഡ് എന്ന് പറയുന്നത് ഒരു ഫൺ ആണ്. ഫൺ. ഓക്കെ, എക്കോ മോഡിനെ ഫൺ എന്നല്ല പറയുന്നത്. പക്ഷേ ഈ വണ്ടിയുടെ പെർഫോമൻസ് വെച്ച് ഈ ഫൺ മോഡ് തന്നെ അത്യാവശ്യം പെർഫോമിംഗ് ആയിട്ടുള്ള ലെവലുണ്ട്. ഓക്കെ, അത്യാവശ്യം
ത്രോട്ടിൽ ഇച്ചിരി കൂടെ ത്രോട്ടിൽ റെസ്പോൺസ് കുറച്ച് മാറി ഫണ്ണില് കുറച്ച് കുറയും റെസ്പോൺസ് നല്ല രീതിയിൽ. അതിനനുസരിച്ച് ലൈക്ക് സ്റ്റിയറിംഗിന്റെയും ബ്രേക്കിംഗിന്റെ എല്ലാം ഇത് മാറുന്നുണ്ട്, റെസ്പോൺസ് മാറുന്നുണ്ട്. ഫണ്ണിൽ സ്റ്റിയറിംഗ് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആണ്. പക്ഷേ ലൈക്ക് ഫിയർലെസ്സിലോട്ട് വരുമ്പോഴത്തേന് ആ ഒരു ട്രാക്ക് പെർഫോമൻസിന് വേണ്ടി ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റിഫ് ആവുന്ന പോലെ നമുക്ക് ഫീൽ കിട്ടും. ഇതിന്റെ ഒരു പ്രൈസിംഗ് ഒക്കെ എങ്ങനെ വരുന്നുണ്ട്? പ്രൈസിംഗ് വരുമ്പോഴത്തേന് ഇപ്പൊ നമ്മൾ കറന്റ് ഡ്രൈവിംഗ് വേരിയന്റ് വരുമ്പോഴത്തേന് ഒരു 19,59,000 ആ റേഞ്ചാണ് പ്രൈസിംഗ് വരുന്നത്. പിന്നെ അതിനകത്ത് നമുക്ക് ഇപ്പൊ ജസ്റ്റ് 3 ലക്ഷം രൂപയുടെ ഓഫറും വരുന്നുണ്ട്. അത് എക്സ്ഷോറൂം ആണോ ഓൺ റോഡ് ആണോ? ഓൺ റോഡ് പ്രൈസ് ആണ്. 19,59,000 ടോപ്പ് വേരിയന്റ് അല്ലേ? ടോപ്പ് വേരിയന്റ് ലൈക്ക് ഡ്യുവൽ ടോണും സിംഗിൾ ടോൺ വരും. സിംഗിൾ ടോൺ വരുമ്പോഴത്തേന് ഇതിന്റെ തന്നെ ഇയർ പ്രോ ലൈക്ക് 39.4 കിലോവാട്ടിന്റെ ബാറ്ററി പാക്ക്. ലൈക്ക് സിംഗിൾ ടോൺ വരുമ്പോഴത്തേന് ഒരു 19-30 ആ റേഞ്ചാണ്. അതിനകത്ത് 3 ലക്ഷം രൂപ ഓഫേഴ്സ് വരും. സോ നിലവിൽ 16-50 ആ റേഞ്ചിൽ നമുക്ക് ഓൺ റോഡ് വെഹിക്കിൾ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഇവിടെ വരുമ്പോഴത്തേന് ഇപ്പം പറയാനാണെങ്കിൽ കംഫർട്ടിന്റെ കാര്യം പറയുന്നത്. നമ്മൾ ഈ പ്രൈസ് റേഞ്ചിൽ കോമ്പീറ്റ് ചെയ്യുന്ന വെഹിക്കിൾസ് ആയിട്ട് ഏത് നോക്കിയാലും കൂടാതെ ഏറ്റവും വീൽ ബേസ് കൂടിയതും ലെങ്തിയറും ആയിട്ടുള്ള വെഹിക്കിൾസ് നമ്മളെ. സോ ബാക്ക് സീറ്റിന് ഇപ്പം ജസ്റ്റ് ബാക്കിയുള്ള ഈ വെഹിക്കിൾസ് കേൾക്കുമ്പോൾ ഇതിന്റെ ബാക്ക് സീറ്റിലെ കംഫർട്ട് കുറച്ച് കുറവായിരിക്കും. പക്ഷെ ഇതിനകത്ത് നമുക്ക് ബാക്ക് സീറ്റ് വെച്ച് നോക്കും, ബാക്കി കമ്പാരിസൺ വെഹിക്കിൾസ് ആയിട്ട് വെച്ച് നോക്കുമ്പോൾ ബാക്ക് സീറ്റ് കുറച്ചുകൂടി സ്പേസ് നമുക്ക് ഫീൽ ചെയ്യും. ലൈക്ക് സെഗ്മെന്റില് ഈ ഒരു സെഗ്മെന്റിൽ പ്രൈസ് റേഞ്ചിന്റെ സെഗ്മെന്റിൽ വരുന്നതിന് ബിഗ്ഗസ്റ്റ് ക്യാബിൻ സ്പേസ് വെഹിക്കിളാണ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. സോ കംഫർട്ട് അതൊക്കെ തന്നെയാണ്. പിന്നെ ഈ വരുമ്പോഴത്തേക്ക് നോർമൽ ഫീച്ചേഴ്സ് തന്നെ നോർമലല്ല, ഹാൻഡ് കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ. പിന്നെ നമുക്ക് ജസ്റ്റ് 10 ഇഞ്ചിന്റെ MID ഡിസ്പ്ലേ, അതിനകത്ത് തന്നെ നമുക്ക് നാവിഗേഷനിൽ പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള 10 ഇഞ്ചിന്റെ MID ഡിസ്പ്ലേ, വയർലെസ് ചാർജർ വരുന്നുണ്ട്, ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. അത് പറഞ്ഞാൽ നമ്മൾ ഇതുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന വെഹിക്കിൾസിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇതിന്റെ പെട്രോൾ വേരിയന്റ് ഉണ്ടല്ലോ, 300 ആണോ? ഇതിന് ഡ്യുവൽ സോൺ ഇല്ല. ഉണ്ട്. ഞാൻ നേരത്തെ കറക്കി നോക്കിയാ, ഞാൻ ഡ്യുവൽ ഇട്ടേക്കുന്നോണ്ടാണ്. അല്ലല്ല, അതിപ്പോ ഡ്യുവൽ കിടക്കുന്നോണ്ട് മാറിക്കണം. ഞാൻ രാവിലെ 3X ഫുൾ ടൈം ആ ഒരു ഇതിനകത്ത് ഡ്യുവൽ ചെക്ക്. അല്ലെ 3X പെട്രോൾ വേരിയന്റിനും ഉണ്ടല്ലോ. അത് നമുക്കൊരു X5 ആയിട്ടുള്ള വേരിയന്റ് ഡ്യുവൽ സോൺ കിട്ടും. എന്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പുള്ളി 3X എടുത്തതിന്റെ കാര്യം തന്നെ ഡ്യുവൽ സോൺ ഉള്ളതുകൊണ്ടാണ്. ഈ ഒരു സെഗ്മെന്റിൽ വെഹിക്കിൾസിൽ അങ്ങനെ ഡ്യുവൽ സോൺ കൊണ്ടുവന്നിരിക്കുന്ന മഹീന്ദ്ര വെഹിക്കിൾസിന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എനിക്കൊന്ന് എൽ മോഡ് ഇട്ടപ്പോ റേഞ്ച് ഇൻക്രീസ് ആയി. ഇപ്പൊ 44 ആണ്. നമ്മൾ അവിടെ ഇറങ്ങിയപ്പോൾ 40 ആണ്. സോ ഇതിനകത്തേക്ക് എപ്പോഴും ഒരു EV വെഹിക്കിളിന്റെ ബേസിക്സ് പറയുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ അതിനകത്ത് ഒരു ബാറ്ററി പെർസെന്റേജ് നോക്കി ഡ്രൈവ് ചെയ്യാൻ നോക്കുന്നത് ഏറ്റവും നല്ലത്. അതിനകത്ത് ഇത് കഴിയുന്ന റേഞ്ച് നോക്കി നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പെട്രോൾ വെഹിക്കിൾസിലാണെങ്കിൽ ഇതിനകത്ത് പെർസെന്റേജ് ആയിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. സ്ക്രീൻ മാറ്റണം. ബാറ്ററി ഇൻഫോ ഓക്കെ കൊടുത്താൽ തന്നെ വരും. അതിപ്പോ നമ്മൾ പെട്രോൾ വെഹിക്കിൾ ആണെങ്കിൽ തന്നെ ഈ ആവറേജ് കിലോമീറ്റർ പെർ ലിറ്റർ എന്നുള്ള രീതിയിൽ മൈലേജ് കാണിക്കുമല്ലോ. നമ്മളൊരു 5 കിലോമീറ്റേഴ്സ് പയ്യെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു ഫിഗർ കാണിക്കും. നമ്മളൊരു 5 കിലോമീറ്റേഴ്സ് നല്ല രീതിയിൽ അല്ലെ ഹാഷായിട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ചെറിയൊരു ഫിഗർ കാണിക്കും. അതേപോലെ തന്നെയാണ് ഇതിനകത്തേക്ക് റേഞ്ച് കാണിക്കുന്നത്. ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിനനുസരിച്ച് സഡൻ ആയിട്ടായിരിക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവും. സോ എപ്പോഴും EV വെഹിക്കിൾ ഓടിക്കാൻ നമ്മൾ ആ ബാറ്ററിയുടെ പെർസെന്റേജ് നോക്കി ഓടിക്കുന്നത് ബെറ്റർ. അപ്പൊ നമുക്ക് തന്നെ യൂസ് ചെയ്ത് കുറച്ച് നാളാകുമ്പോഴത്തേനും നമുക്ക് തന്നെ വെഹിക്കിളിനകത്ത് ഒരു ഐഡിയ കിട്ടും, എന്റെ വണ്ടി ഇത്ര പെർസെന്റേജ് ഇത്ര കിലോമീറ്റേഴ്സ് ഡ്രൈവ് ആകും. അതാ ഞാൻ ഒരുപാട് ആളായി സൈഡൊക്കെ ബ്ലൂ ഒക്കെ അടിച്ചു. കമ്പി ഇട്ടത് സേഫ്റ്റിയുടെ കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ എയർ ബാഗ്സ് ഒക്കെ എത്ര? എയർ ബാഗ്സ് നമുക്ക് വരുമ്പോൾ 6 എയർ ബാഗ്സ് ആണ്. സ്റ്റാൻഡേർഡ് ആയിരിക്കും. സിക്സ് എയർ ബാഗ്സ് നമുക്ക് ഇയർ പ്രോ വേരിയന്റിനകത്ത് മാത്രമേ ഉള്ളൂ. മറ്റേ 2 എയർ ബാഗ്സ് ആയിരിക്കും.
ഈസി പ്രോ എന്ന് പറയുന്ന വേരിയന്റ് വരുമ്പോഴത്തേക്ക്. ഓ ശരി ശരി ശരി. ഇതിനകത്ത് തന്നെ അതിനകത്തെങ്കിലും നമുക്ക് നമ്മളെ ഫേമസ് ആയിട്ടുള്ള ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ ABS, EBD, ഐസോഫിക്സ്, 4-wheel ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. അത് നമുക്ക് ഈസി പ്രോ വേരിയന്റിൽ അവൈലബിൾ. നമുക്ക് 6 എയർബാഗ്സ് വരുന്നത് EL Pro ആയി. മറ്റേ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ടോ? ഫാസ്റ്റ് ചാർജിങ്, DC ഫാസ്റ്റ് ചാർജിങ് എല്ലാ സപ്പോർട്ട്. ഓക്കെ. അപ്പോൾ എത്ര ഒരു ചാർജിങ് ടൈം? ചാർജിങ് ടൈം നമ്മൾ 10 to 80 ആവാനായിട്ട് ഒരു 50 മിനിറ്റ്സ്, 50-56 മിനിറ്റ്സ്. ഇപ്പൊ ആ ഒരു 80% ശേഷം നമ്മൾ മാത്രമല്ല ഏത് ബ്രാൻഡ് വെഹിക്കിൾ ആണെങ്കിൽ ആ ഒരു 80% ശേഷം ചാർജ് കയറുന്നത് കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും. അത്രയും നേരത്തെ ആ സ്പീഡിലേക്ക് പിന്നെ 80 to 100 സ്ലോ ആയിട്ടായിരിക്കും. 80 to 100 സ്ലോ ആയിട്ടായിരിക്കും. നമ്മുടെ ആപ്പിളിന്റെ ഫോൺസ് ആണെങ്കിലും എല്ലാത്തിനകത്ത് ഒരു ഇതുണ്ട്. പിന്നെ എല്ലാ ബാറ്ററി എപ്പോഴും ബാറ്ററിയുടെ ഹെൽത്തിന് ഏറ്റവും ബെറ്റർ സ്ലോ ചാർജിങ് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് 2 ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് നമ്മൾ 3.2 കിലോവാട്ടിന്റെ വാൾ മൗണ്ട് ചാർജിങ് യൂണിറ്റ്, 7.2 കിലോവാട്ടിന്റെ വരുന്നുണ്ട്. മറ്റേ ഹോം ചാർജർ വാൾ മൗണ്ട്. അതിന് AC ഫാസ്റ്റ് ചാർജിങ് വരുന്നത് 7.2 കിലോവാട്ടിന്റെ ആയിരിക്കും. ഒരു നമ്മളല്ലാതെ AC-യിൽ ചാർജ് ചെയ്യുമ്പോൾ എത്ര നേരം എടുക്കുമായിരിക്കും? AC-യിൽ ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ 3.3 ആണെങ്കിൽ നമുക്കൊരു 10 hours അത് ഓവർനൈറ്റ് ചാർജ് ചെയ്താൽ നൈസിന് ഉപയോഗിക്കാം. 7.2 കിലോവാട്ട് ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിന് ഹാഫ് വേ ആവത്തുള്ളൂ. ഒരു 5 hours ആ ഒരു റേഞ്ചിൽ. PX ഞാൻ ഓടിച്ചിട്ടുണ്ട്. സംഭവം നൈസാണ്. ഡീസലാന്ന് തോന്നുന്നു. ഡീസൽ അത്യാവശ്യം 300 nm of torque. ഓക്കെ. അടിപൊളിയാണ്. അതുപോലെ തന്നെ അതിന്റെ പെട്രോൾ AX5 എല്ലോട്ടുള്ള പെട്രോളിന് TGD എഞ്ചിൻസ് ഒക്കെ വരുന്നത്. 2 ലിറ്റർ ആണോ? 1.2 ലിറ്റർ TGD ടർബോ. ഓക്കെ ഓക്കെ. മറ്റേ ഇപ്പം വന്ന ഇപ്പൊ നിങ്ങളുടെ ഇത് മാറിയിട്ട് വേറൊരു വണ്ടിയായല്ലോ. X3XO. 300 മാറി 3XO. 300 മാറി. ലൈക്ക് ഇത് വന്നപ്പോഴത്തേക്ക് കറക്റ്റ് ഒരു 300 ഒരു ഇതില് വന്നേക്കുന്നതാണ്. പിന്നെ നമുക്ക് 3X വന്നേക്കുന്നത് ഇന്ത്യയിലെ പുതിയൊരു മോഡലായിട്ട്. പക്ഷെ ആ ഒരു പ്രൈസ് സെഗ്മെന്റ് എല്ലാം ലോഞ്ച് ചെയ്ത് നോക്കാം. ലോഞ്ച് ചെയ്ത് നോക്കട്ടെ. എല്ല് തന്നെയാണല്ലോ. പക്ഷെ ഒരു വീൽ സ്പിൻ ചെയ്തെടുത്ത് അങ്ങനെ ഒന്നും പറ്റില്ല തോന്നില്ല. ഇല്ല ഡ്രൈവിൽ ഇപ്പൊ ഫണ്ണി പോയിട്ട് പെട്ടെന്ന് ഫിയർലെസ്സിലോട്ട് ആക്കിയിട്ട് സഡൻ ആക്സിലറേറ്റ് ചെയ്താൽ ഓക്കെ. നേരെ ഞാൻ വളച്ചപ്പം കിട്ടി. ചെക്ക് ചെയ്തോന്നാണ്. അപ്പൊ നമ്മൾ 17% കൊല്ലം നമ്മൾ ബാറ്ററി ഇൻഫോ മാറ്റിയപ്പോഴായിരുന്നു 17 കണ്ടത്. അവിടെ നമ്മൾ 17% തന്നെ ആയിരുന്നു സ്പോട്ട് വരെ എത്തിയത്. അവിടുന്ന് ഇത്രയും ഡ്രൈവ് ചെയ്തപ്പോഴത്തേനാണ് ആ 2% ഡ്രോപ്പ് വന്നത്. ഇപ്പോഴും അറൌണ്ട് 32 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട്. 217 watt-hour per kilometer. ആ ഒരു ഫാക്ടർ അതാണ് ആവറേജ് എനർജി കൺസപ്ഷൻ. നമ്മൾ 1 കിലോമീറ്റർ എത്ര വാട്ട് ഇടും അത് നമ്മൾ ജസ്റ്റ് എത്രത്തോളം കുറച്ച് കൊണ്ടുവരുന്നു അത്രത്തോളം ഒരു കിട്ടും.